In this video, I am going to discuss about super finishing operations. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷൻസിനെ കുറിച്ചാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ 3 സെക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ മില്ലിംഗ് മെഷീൻ, സെക്കൻഡ് വൺ ഗ്രൈൻഡിംഗ് മെഷീൻ ആൻഡ് തേർഡ് വൺ സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷൻസ്. സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷൻസിൽ 2 ഓപ്പറേഷൻസ് ആണ് പഠിക്കാനുള്ളത്, ലാപ്പിംഗ് ഓപ്പറേഷനും അതേപോലെ തന്നെ ഹോണിംഗ് ഓപ്പറേഷൻസും. So we can start with the lapping operation. Lapping is an upgrading process for refining surface finish and the geometrical accuracy of flat, cylindrical and spherical surface. So lapping process is a super finishing process which is used to increase the surface finish of flat, cylindrical or a spherical surface. See, basically, the lapping process are commonly used for removing surface roughness, tool mark, and surface crack, etc. Lapping process commonly use ചെയ്യുന്നത് surface roughness, tool mark, surface crack remove ചെയ്യാൻ വേണ്ടിയിട്ടാണ്. See, lapping process that consists a lapping compound. See, this is the figure of lapping process. Lapping process consists a lapping compound. See, lapping compound that is prepared by mixing loose grain abrasive particles mixed with oil and in a paste form, and that paste form is known as lapping compound. ഇപ്പോൾ എല്ലാ ലാപ്പിംഗ് പ്രോസസ്സിലും ഒരു ലാപ്പിംഗ് കോമ്പൗണ്ട് ഉണ്ടാവും. ലാപ്പിംഗ് കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസ് ഗ്രെയിൻ അബ്രസീവ് പാർട്ടിക്കിൾസിനെ ഓയിലുമായി മിക്സ് ചെയ്തുള്ള പേസ്റ്റ് ഫോമിനെയാണ് ലാപ്പിംഗ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. കോമൺലി യൂസ് ചെയ്യുന്ന അബ്രസീവ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അലൂമിനിയം ഓക്സൈഡും അതേപോലെ തന്നെ സിലിക്കൺ കാർബൈഡുമാണ്, വിച്ച് ഹാവ് എ ഗ്രിഡ് സൈസ് ഓഫ് 300 to 600 മൈക്രോമീറ്റർ. ദെൻ ഓയിൽ എന്ന് പറയുന്നത് വെജിറ്റബിൾ ഓയിൽ ഓർ വാട്ടർ സോളുബിൾ ഓയിൽ, മിനറൽ ഓയിൽ, കെറോസിൻ മിക്സഡ് വിത്ത് ലിറ്റിൽ മെഷീൻ ഓയിൽ, ആൽക്കഹോൾ ആൻഡ് ഹെവി ഗ്രീസ് എക്സെട്ര. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാപ്പിംഗ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാപ്പിംഗ് കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. സോ ലൂസ് ഗ്രെയിൻ അബ്രസീവ് പാർട്ടിക്കിൾസിനെ ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് ഫോമിലുള്ളതിനാണ് ലാപ്പിംഗ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ദാറ്റ് ലാപ്പിംഗ് കോമ്പൗണ്ട് that is pasted over the workpiece surface where lapping operation has to be conducted. And lapping process that consists a lapping tool that is known as lap. That is a bonded abrasive tool which is rubbing over the workpiece surface after the lapping compound has been pasted over the workpiece surface. See, lapping process in the case initially ലാപ്പിംഗ് കോമ്പൗണ്ടിനെ വർക്ക്പീസ് സർഫസിന് മുകളിൽ പേസ്റ്റ് ചെയ്യും. ലാപ്പിംഗ് കോമ്പൗണ്ട് എന്ന് പറയുന്ന ഒരു പേസ്റ്റ് ഫോമിലാണ് ലാപ്പിംഗ് കോമ്പൗണ്ടിനെ വർക്ക്പീസ് സർഫസിന് മുകളിൽ പേസ്റ്റ് ചെയ്യും. അതിനുശേഷം ലാപ്പിംഗ് ടൂൾ എന്ന് പറയുന്നത് ഒരു ബോണ്ടഡ് അബ്രസീവ് ടൂളാണ്. ഈ ലാപ്പിംഗ് ടൂള് ഈ വർക്ക്പീസിന് മുകളിൽ വെച്ചിട്ട് റബ്ബ് ചെയ്യും. സോ വർക്ക്പീസിന് മുകളിൽ വെച്ച് റബ്ബ് ചെയ്യുന്ന സമയത്ത് സ്മോൾ അബ്രസീവ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഈ രണ്ടിനിടയിൽ ലാപ്പിംഗ് ടൂളിനും വർക്ക്പീസിനും ഇടയിലുള്ള ഗ്യാപ്പിലൂടെ ഫ്ലോ ചെയ്യും. ഓയിൽ ദാറ്റ് വിൽ ആക്ട് ആസ് ദി കൂളന്റ്. സോ ഈ ഒരു അബ്രസീവ് പാർട്ടിക്കിൾസ്, വളരെ ചെറിയ അബ്രസീവ് പാർട്ടിക്കിൾസ് വർക്ക്പീസിനും അതേപോലെ തന്നെ ലാപ്പിംഗ് ടൂളിനും ഇടയിൽ ഫ്ലോ ചെയ്യുന്ന സമയത്ത് സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവ് ചെയ്ത് അബ്രസീവ് ആക്ഷൻ കൊണ്ട് റിമൂവ് ചെയ്ത് സർഫസ് ഫിനിഷ് ഇൻക്രീസ് ചെയ്യും. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് ഇത് പറയുന്നത് ലാപ്പിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. സോ ലാപ്പിംഗ് പ്രോസസ് എന്ന് പറയുന്നത് സൂപ്പർ ഫിനിഷിംഗ് പ്രോസസ് ആണ് വിച്ച് വിൽ റിമൂവ് വെരി സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ. ഓക്കെ. സോ ലാപ്പിംഗ് പ്രോസസ്സിന് 2 ക്ലാസിഫിക്കേഷനാണ്, ഹാൻഡ് ലാപ്പിംഗ് പ്രോസസ് ആൻഡ് മെഷീൻ ലാപ്പിംഗ് പ്രോസസ്. ഹാൻഡ് ലാപ്പിംഗ് പ്രോസസ് മീൻസ് ലാപ്പിംഗ് പ്രോസസ് ദാറ്റ് ഈസ് carried out by hand and machine lapping process means lapping process that is carried out by machine. അപ്പോൾ ഹാൻഡ് ലാപ്പിംഗ് എന്ന് പറയുന്നത് ഹാൻഡ് കൊണ്ടാണ് ചെയ്യുക, ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു മെഷീനിസ്റ്റ്. മെഷീൻ ലാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു മെഷീൻ ഉപയോഗിച്ചാണ് ചെയ്യുക. മെഷീൻ ലാപ്പിംഗിൽ there is a vertical spindle lapping machine is available. Okay. So first one ആണ് ഹാൻഡ് ലാപ്പിംഗ് പ്രോസസ്. ഹാൻഡ് ലാപ്പിംഗ് പ്രോസസ്സിൻ്റെ കേസിൽ ഇനീഷ്യലി
ലാപ്പിംഗ് കോമ്പൗണ്ടിനെ സർഫസ് പ്ലേറ്റിന് മുകളിൽ, അതായത് കാസ്റ്റ് അയൺ പ്ലേറ്റ് ആണ് സർഫസ് പ്ലേറ്റിന് മുകളിൽ പേസ്റ്റ് ചെയ്യും. അതിനുശേഷം വർക്ക് പീസിൻ്റെ ഏത് സർഫസ് ആണോ ലാപ്പ് ചെയ്യേണ്ടത് അത് അതിന് മുകളിൽ വെച്ചതിന് ശേഷം വർക്ക് പീസിനെ അതിൻ്റെ മുകളിലൂടെ റബ്ബ് ചെയ്യും. വർക്ക് പീസിനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഈ സ്മോൾ അബ്രസീവ് പാർട്ടിക്കിൾസ് ഇൻ ബിറ്റ്വീൻ ഫ്ലോ ചെയ്തിട്ട് സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റീരിയലിനെ അപ്ഗ്രേഡിംഗ് ആക്ഷൻ കൊണ്ട് റിമൂവ് ചെയ്തിട്ട് സർഫസ് ഫിനിഷ് ഇൻക്രീസ് ചെയ്യും. ഇതിനെയാണ് ഹാൻഡ് ലാപ്പിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. വൺസ് മോർ, ഹാൻഡ് ലാപ്പിൻ്റെ കേസിൽ ഇനീഷ്യലി ലാപ്പിംഗ് കോമ്പൗണ്ട് സർഫസ് പ്ലേറ്റിന് മുകളിൽ, ഇതാണ് കാസ്റ്റ് അയൺ പ്ലേറ്റ്. കാസ്റ്റ് അയൺ പ്ലേറ്റ് ആണ് സർഫസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാസ്റ്റ് അയൺ പ്ലേറ്റിന് മുകളിൽ പേസ്റ്റ് ചെയ്യും. അതിനുശേഷം വർക്ക് പീസിൻ്റെ ഏത് സൈഡാണോ ലാപ്പ് ചെയ്യേണ്ടത്, അതായത് സർഫസ് ഫിനിഷ് ഇൻക്രീസ് ചെയ്യേണ്ടത്, അത് ഈ ഒരു സർഫസ് പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് റബ്ബ് ചെയ്യും. റബ്ബ് ചെയ്യുന്ന സമയത്ത് അബ്രസീവ് പാർട്ടിക്കിൾസ് ഇൻ ബിറ്റ്വീൻ വർക്ക് പീസ് ആൻഡ് സർഫസ് പ്ലേറ്റ് ഫ്ലോ ചെയ്ത് സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവ് ചെയ്ത് സർഫസ് ഫിനിഷ് ഇൻക്രീസ് ചെയ്യും. ഇതിനെയാണ് ഹാൻഡ് ലാപ്പിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് മെഷീൻ ലാപ്പിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ മെഷീൻ ലാപ്പിംഗ് പ്രോസസ്സ് consists a vertical spindle lapping machine which is used to perform the lapping operation. So vertical spindle lapping process, machine lapping process le ഒരു vertical spindle lapping machine available ആണ്. So this is the figure of vertical spindle lapping machine. See, which consists a rotary lower table and a stationary upper lapping plate. See, rotary lower table consists several conditioning ring or cage in which the workpiece has been placed. So lower table രണ്ട് പാർട്ടാണത്. റോട്ടറി ലോവർ ടേബിളും സ്റ്റേഷനറി ലാപ്പിംഗ് പ്ലേറ്റും. റോട്ടറി ലോവർ ടേബിൾ റൊട്ടേറ്റ് ചെയ്യും, സ്റ്റേഷനറി ലാപ്പിംഗ് പ്ലേറ്റിന് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സി, റോട്ടറി ലോവർ ടേബിളിൽ കേജസ് ഓർ കണ്ടീഷനിങ് റിങ് അവൈലബിൾ ആണ്. സോ വർക്ക് പീസിന് എന്ത് ചെയ്യും, ഈ കേജസ് ഓർ കണ്ടീഷൻ റിങ്ങിൽ വെക്കും. അതിനുശേഷം ലാപ്പിംഗ് കോമ്പൗണ്ട് വർക്ക് പീസിന് മുകളിൽ പേസ്റ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, ലാപ്പിംഗ് മെഷീൻ ഓൺ ചെയ്യും. ലാപ്പിംഗ് മെഷീൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റോട്ടറി ലോവർ ടേബിൾ റൊട്ടേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഓരോ കേജും അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യും. സോ രണ്ട് റോട്ടറി മോഷൻസ് ഉണ്ടാവും. അതായത് റോട്ടറി ടേബിൾ ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യും, ഓരോ കേജുകളും അല്ലെങ്കിൽ കണ്ടീഷൻ റിങ്ങുകളും അതിൻ്റേതായ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യും. ദെൻ ഈ ഒരു സ്റ്റേഷനറി ലാപ്പിംഗ് പ്ലേസ് താഴോട്ട് വന്നിട്ട് എന്ത് ചെയ്യും, വർക്ക് പീസിന് മുകളിൽ ടച്ച് ചെയ്യും. ദെൻ ഈ ഒരു അബ്രസീവ് പാർട്ടിക്കിൾസ്, സോ വർക്ക് പീസിന് മുകളിലും അതുപോലെ സ്റ്റേഷനറി ലാപ്പിംഗ് പ്ലേറ്റിന് മുകളിലുള്ള അബ്രസീവ് പാർട്ടിക്കിൾസ് ഫ്ലോ ചെയ്തിട്ട് സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ വർക്ക് പീസിൽ നിന്ന് റിമൂവ് ചെയ്യും. സോ ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് എ മെഷീൻ ലാപ്പിംഗ് പ്രോസസ്. സോ മെഷീൻ ലാപ്പിംഗ് പ്രോസസ്സിൽ വെർട്ടിക്കൽ സ്പിൻഡിൽ ലാപ്പിംഗ് മെഷീനാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. മാസ് പ്രൊഡക്ഷൻ്റെ കേസിലാണ് മെഷീൻ ലാപ്പിംഗ് പ്രോസസ് യൂസ് ചെയ്യുക. വർക്ക് പീസ് എന്ന് പറയുന്നത് വെരി സ്മോൾ ആയിരിക്കും. സോ ഇതിൽ രണ്ട് പാർട്ടുകളാണുള്ളത്, റോട്ടറി ലോവർ ടേബിളും അതേപോലെ തന്നെ സ്റ്റേഷനറി ലാപ്പിംഗ് പ്ലേറ്റും, അതാണ് അപ്പർ പാർട്ട്. സോ റോട്ടറി ലോവർ ടേബിളിൽ കേജസ് ഉണ്ട് അല്ലെങ്കിൽ കണ്ടീഷനിങ് റിങ്സ് ഉണ്ട്. സോ ഈ കണ്ടീഷനിങ് റിങ്സുകളിലാണ് വർക്ക് പീസ് എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത്. സോ ഈ ഒരു റോട്ടറി ലോവർ ടേബിൾ ഈ ഒരു ആക്സിൽ റൊട്ടേറ്റ് ചെയ്യും. ഓരോ കണ്ടീഷനിങ് റിങ്ങും സെപ്പറേറ്റ് ആക്സിൽ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. സോ വർക്ക് പീസിന് മുകളിൽ ലാപ്പിംഗ് കോമ്പൗണ്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റേഷനറി ലാപ്പിംഗ് പ്ലേറ്റ് താഴോട്ട് വന്നിട്ട് വർക്ക് പീസ് ഏകദേശം ടച്ച് ചെയ്യാനാണ് സമയത്ത് നിർത്തും, ടച്ച് ചെയ്ത രീതിയിൽ. ദെൻ ലാപ്പിംഗ് മെഷീൻ ഓൺ ചെയ്യും. ലാപ്പിംഗ് മെഷീൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അബ്രസീവ് പാർട്ടിക്കിൾസ്, ലാപ്പിംഗ് കോമ്പൗണ്ടിലെ അബ്രസീവ് പാർട്ടിക്കിൾസ് വർക്ക് പീസിൻ്റെ സർഫസിനും അതേപോലെ തന്നെ സ്റ്റേഷനറി ലാപ്പിംഗ് പ്ലേറ്റും ഇടയിൽ ഫ്ലോ ചെയ്തിട്ട് വർക്ക് പീസിൻ്റെ മുകളിൽ നിന്ന് സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവ് ചെയ്ത് വർക്ക് പീസിൻ്റെ സർഫസ് ഫിനിഷ് ഇൻക്രീസ് ചെയ്യും. ഇതാണ് മെഷീൻ ലാപ്പിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് ലാപ്പിംഗ് മെത്തേഡുകളാണുള്ളത്, ഹാൻഡ് ലാപ്പിംഗ് മെത്തേഡും അതേപോലെ തന്നെ മെഷീൻ ലാപ്പിംഗ് മെത്തേഡും. സോ സെക്കൻഡ് സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷൻ ആണ് ഹോണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. സി, ഹോണിംഗ് പ്രോസസ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ദി സർഫസ് ഫിനിഷ് ഓഫ് ഓൾറെഡി ഡ്രിൽഡ് ഹോൾ സർഫസ്. ഒരു ഓൾറെഡി ഡ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഹോൾ സർഫസിൻ്റെ സർഫസ് ഫിനിഷ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോണിംഗ് പ്രോസസ്സ് കോമൺലി ചെയ്യുന്നത്. സി, ഹോണിംഗ് പ്രോസസ് യൂസിങ് എ സ്പെഷ്യൽ ടൂൾ ദാറ്റ് ഈസ് നോൺ ആസ് ഹോണിംഗ് ടൂൾ. See, honing tool, it is an abrasive bonded stone in the made of stick. That's the important one. ഹോണിംഗ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ടൂളിൻ്റെ പേരാണ് ഹോണിംഗ് ടൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോൺ എന്ന് പറയും. ഇറ്റ് ഈസ് എ ബോണ്ടഡ് അബ്രസീവ് സ്റ്റോൺ മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റിക്ക്. സി, ഇതാണ് ഹോണിംഗ് ടൂൾ എന്ന് പറയുന്നത്.
ഇതാണ് ഹോണിംഗ് ടൂൾ എന്ന് പറയുന്നത്. സോ ഇതൊരു എക്സ്പാൻഡിങ് മാൻഡിൽ ടൈപ്പ് ഹോണിംഗ് ടൂളാണ്. ഇറ്റ് കൺസിസ്റ്റ് this portion, that's a mandrel which is attached to the machine spindle, and this is bonded abrasive stick. This will be expanding. Initially it will be expanded and setting the diameter, which size we required the whole diameter. സോ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നതാണ്, ഒരു എക്സ്പാൻഡിങ് മാൻഡൽ പോലെയാണ്. അപ്പോൾ ഇനീഷ്യലി എന്ത് ചെയ്യും, ഈ ഒരു പോർഷൻ എക്സ്പാൻഡ് ചെയ്തിട്ട് ഹോണിംഗ് പ്രോസസ്സ് കഴിഞ്ഞാൽ ഏത് ഡയമീറ്റർ ആണോ റിക്വേർഡ് ആ ഡയമീറ്ററിൽ സെറ്റ് ചെയ്യും. സോ ഹോണിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഈ ലാപ്പിംഗ് ടൂളിന് റോട്ടറി മോഷൻ ഉണ്ട്, അല്ല ഹോണിംഗ് ടൂളിന് റോട്ടറി മോഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ റെസിപ്രോക്കേറ്റിംഗ് മോഷനും ഉണ്ടാവും. ഓക്കെ, സി ഹോണിംഗ് കോമൺലി യൂസ് ചെയ്യുന്നത് ഹോണിംഗ് മെഷീനാണ്. സി ദിസ് ഈസ് ദ ഹോണിംഗ് മെഷീൻ. ഹോണിംഗ് മെഷീൻ കൺസിസ്റ്റ് base, a column, guideway, ram, table, elevating screw, honing head. This is the honing tool. So honing tool reciprocate ചെയ്യും, അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഹോണിംഗ് ചെയ്യുന്ന സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് കൂളൻറ്റ്, ദാറ്റ് ഈസ് പാരഫിൻ ആണ് കൂളൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി സപ്ലൈഡ് ടു ദി ഹോണിംഗ് ഏരിയ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി ഹീറ്റ് ജനറേഷൻ ആൻഡ് ഓൾസോ റിമൂവ് കട്ട് പാർട്ടിക്കിൾസ്. ഹോണിംഗ് ചെയ്യുന്ന സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് പാരഫിൻ എന്ത് ചെയ്യും, ഈ ഒരു ഏരിയയിലേക്ക് ഫ്ലഡ് ചെയ്യും. അതായത് ഹീറ്റ് ജനറേഷൻ കുറക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കട്ട് ഔട്ട് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാർജ് എമൗണ്ട് ഓഫ് പാരഫിൻ എന്ത് ചെയ്യുന്നത്, ഫ്ലഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഹോണിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, വരയ്ക്കണം. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ ഇടാം. ഓക്കെ, ഹോണിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിഗറും കൂടി നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, സോ ഹോണിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് കോമൺലി എന്തിനാണ്, ഹോണിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് ഓൾറെഡി ഡ്രില്ല് ചെയ്ത ഹോളിൻ്റെ സർഫസ് ഫിനിഷ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോണിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. ഹോണിംഗ് പ്രോസസ്സ് ചെയ്യുന്ന സ്പെഷ്യൽ ടൂളാണ് ഹോണിംഗ് ടൂൾ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ അബ്രസീവ് ബോണ്ടഡ് അബ്രസീവ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റിക്കാണ്. ഓക്കെ, സോ ഇത്രയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷൻസ് ആയ ലാപ്പിംഗ് പ്രോസസ്സും അതേപോലെ തന്നെ ഹോണിംഗ് പ്രോസസ്സുമാണ്. ഇതാണ് സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.